പശ്ചിമ ബംഗാളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തകർപ്പൻ വിജയമാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് നേടിയത്. തെരഞ്ഞെടുപ്പ് നടന്ന 6 സീറ്റും അവർ തൂത്തുവാരി. BJPയിൽ നിന്ന് 1 മണ്ഡലം പിടിച്ചെടുക്കുകയും 5 മണ്ഡലം നിലനിർത്തുകയും ചെയ്തു. 2 മണ്ഡലങ്ങളിൽ CPM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് സിറ്റിംഗ് MLAമാർ രാജിവെച്ചതിൻ്റെ അനന്തരഫലമായാണ് മദാരിഹട്ട്, സിതായ്, നൈഹാത്തി, ഹരോവ, മേദിനിപൂർ, തൽദാൻഗ്ര എന്നീ 6 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് അരങ്ങേറിയത്. ഒരു കാലത്ത് CPM കുത്തകയായിരുന്ന മദാരിഹട്ടിൽ 2016 മുതൽ BJP ആയിരുന്നു ജയിച്ചു വന്നിരുന്നത്. ആ മണ്ഡലമാണ് തൃണമൂൽ BJPയിൽ നിന്ന് തിരികെ പിടിച്ചത് എന്നോർക്കണം. ഇവിടെയാണ് CPM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്ക് കെട്ടിവെച്ച കാശ് പോലും നഷ്ടമായിരിക്കുന്നത്. CPM രാജ്യത്ത് ആകെ വംശനാശ ഭീഷണി ഇപ്പോൾ നേരിടുന്നുണ്ട്, കേരളത്തിന് പുറത്ത്. പിന്നെ മറ്റൊരു മണ്ഡലം സിതായിയാണ്. ഇവിടെയും ഇടതുമുന്നണിക്ക് കെട്ടിവെച്ച പണം നഷ്ടമായി. മാത്രമല്ല 6 മണ്ഡലങ്ങളിൽ ഒന്നിൽ പോലും ഇടതുമുന്നണിക്ക് രണ്ടാമതെത്താൻ പോലും സാധിച്ചില്ല. ഹരോവ മണ്ഡലം ഒഴികെ 5ഇടത്തും BJPയാണ് രണ്ടാമത്. ഓൾ ഇന്ത്യ സെക്കുലർ ഫ്രണ്ടാണ് ഹരോവ മണ്ഡലത്തിൽ രണ്ടാമതെത്തിയത്. CPM അങ്ങ് ഇല്ലാതായി എന്ന് തന്നെ പറയേണ്ടി വരും. നൈഹാത്തിയിൽ സനദ്ദയും, ഹരോവയിൽ റാബിയുൽ ഇസ്ലാമും, മേദിനിപൂരിൽ സുജോയ് ഹസ്രയും, തദാൻഗ്രയിൽ ഫാൽഗുനി സിംഗബാബുവും, സിതായിയിൽ സംഗീത റോയും, മദാരിഹത്തിൽ ജയപ്രകാശ് ടോപ്പോയും മികച്ച വിജയം നേടി. ഈ 6ഇടത്തും വമ്പൻ ഭൂരിപക്ഷത്തിലാണ് TMC സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. സിതായിൽ 1,30,636 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് TMC ജയിച്ചത്. നാലാമതെത്തിയ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വെറും 3,319 വോട്ടുകൾ മാത്രമാണ്. മദാരിഹത്തിൽ 28,168 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് തൃണമൂലിന് ലഭിച്ചത്. അവിടെയും നാലാമതെത്തിയ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് 3,412 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. നൈഹാത്തിയിൽ 49,227 വോട്ടുകളാണ് ഭൂരിപക്ഷം. ഹരോവയിൽ 1,31,388 വോട്ടിൻ്റെയും, മേദിനിപൂരിൽ 33,990 വോട്ടും, തൻഡാഗ്രയിൽ 34,082 വോട്ടുമാണ് ഭൂരിപക്ഷം. അതേസമയം നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഈ വർഷം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച് മമതാ ബാനർജിയുടെ രാജിക്ക് വരെ കാരണമായേക്കും എന്ന് വിചാരിച്ചിരുന്ന ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ബലാത്സംഗം ചെയ്യപ്പെട്ട കാര്യം പോലും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. മമതാ ബാനർജി ഈ ഒരു വിഷയത്തിൽ രാജിക്ക് വരെ തയ്യാറാണെന്ന് ജനങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും കൊണ്ടും മമതാ ബാനർജിക്ക് ആ നാട്ടിൽ ഒരു ഇടിവ് വന്നില്ല. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പിന്തുണ കൂടുതൽ കരുത്താർജിച്ചു എന്നാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത്. കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി സഖ്യം എങ്ങനെയാണ് BJPയെ പൊട്ടിക്കേണ്ടത് എന്ന് ഇവരെ കണ്ടു പഠിക്കട്ടെ. ഇങ്ങനെ പറയുന്ന ഒരു വിഭാഗവും ഈ ഒരു തിരഞ്ഞെടുപ്പിലുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതൊരു വലിയ തരംഗം സൃഷ്ടിക്കുമോ? BJP ഇനി ഇന്ത്യ മഹാരാജ്യത്ത് തുടർ തോൽവികൾ നേരിടുമോ?